ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ നിന്നും UDF ജനപ്രതിനിധിയായി ജനവിധി തേടുന്ന ശ്രീമതി സഫിയ ഹാരിസ് ആണ് ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. വെൽക്കം സഫിയ ഹാരിസ്. താങ്ക് യു. താങ്കൾ ഒതുക്കൽ പ്രദേശത്ത് വളരെ സുപരിചിതയാണെന്ന് അറിയാം. എന്നാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. ഞാൻ ഒതുക്കുങ്ങൽ മില്ലേനിയം നഗറിലെ തേക്കിൻകാടൻ കുഞ്ഞിങ്കാക്ക എന്ന് പറയുന്ന ആളുടെ മരുമകളാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഹാരിസാണ്. അപ്പോൾ ഞാൻ 16 വർഷമായി ഒതുക്കുങ്ങൽ നാട്ടിൽ സുപരിചിതയാണ്. എൻ്റെ നാട് തിരൂരങ്ങാടി ആണെങ്കിലും ഞാൻ കൂടുതൽ എൻ്റെ നാടിനേക്കാളും കൂടുതൽ അറിയുന്നത് എനിക്ക് ഒതുക്കുങ്ങൽ നാട് തന്നെയാണ്. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. 2 പെൺകുട്ടികളാണ്. അടങ്ങിയ കുടുംബമാണ്. പിന്നെ ഉമ്മ ഒരു വലിയൊരു കുടുംബമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യമായിട്ടാണെന്ന് അറിയാം. എന്നാൽ പൊതുപ്രവർത്തന രംഗത്ത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ? പൊതുപ്രവർത്തന രംഗത്ത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല. ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് കുറച്ച് കാലമായിട്ട് എനിക്ക് സോഷ്യലായിട്ട് വർക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഞാൻ എൻ്റെ മക്കളെ സ്കൂളിലേക്ക് വിട്ട പ്രാരംഭ രംഗത്തു നിന്നാണ് ഞാൻ പൊതുപ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ സ്കൂളിൽ PTA MTA ആയിട്ട് കുറച്ച് കാലയിടപഴകി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് കുടുംബശ്രീ എന്നുള്ള ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുടുംബശ്രീന്റെ ധർമ്മം എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് ഞാൻ കുടുംബശ്രീയിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഒരു പൈസ സമ്പാദിക്കുക, ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുക എന്നുള്ളതിൽ. പക്ഷെ കുടുംബശ്രീ എന്ന് പറയുന്നതിന്റെ ധർമ്മം യഥാർത്ഥത്തിൽ അതല്ല. നമ്മൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം എഡ്യൂക്കേഷൻ വരെ നമുക്ക് എത്താൻ പറ്റുന്ന നല്ലൊരു ഫീൽഡാണ്. അതിലൂടെ അതുവഴി തന്നെ ഞാൻ ഒരു ജോലി കണ്ടെത്തി ജോലി ചെയ്തൊരു വ്യക്തിയും കൂടിയാണ്. ഞാനൊരു അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തു. അപ്പോൾ നല്ലൊരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യത +2 കഴിഞ്ഞ ഡിഗ്രി 2 ഇയർ ആണ്. അത് അൺകംപ്ലീറ്റഡ് ആണ്. BCom ആയിരുന്നു. 2 വർഷം ഞാൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും പൊതുപ്രവർത്തന രംഗത്തെ ഈ ഒരു എക്സ്പീരിയൻസ് മുതൽക്കൂട്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. താങ്കൾ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷമാണെന്ന് അറിയാൻ വേണ്ടി സാധിച്ചു. ഞാൻ കേട്ടതനുസരിച്ച് ഏകദേശം 10ഓളം സ്ഥാനാർത്ഥികൾ നമ്മളെ വാർഡിലെ ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം സമ്മപ്പ് ചെയ്ത് ഫൈനലി സെലക്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് താങ്കൾ എന്നറിയാം. താങ്കൾ ഈ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്നെ ചൂസ് ചെയ്തത് എൻ്റെ പാർട്ടി പ്രവർത്തകരും പിന്നെ ഒരുപടി നല്ല നേതാക്കന്മാരും ഒക്കെ തന്നെയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. കാരണം സോഷ്യലായിട്ട് വർക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയാണ്. പക്ഷെ പാർട്ടി രംഗത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാൽച്ചുവട് വെക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ കാര്യമൊക്കെ ഉണ്ട്. പാർട്ടിയിലേക്ക് ആദ്യമായിട്ടാണോ ചൂട് വെക്കുന്നതോ അതോ മത്സരരംഗത്തേക്ക് ആദ്യമായി ചൂട് വെക്കുന്നത്? അതെ, മത്സരരംഗത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. എങ്കിൽ പോലും ഞാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതിന്റെ ടെൻഷൻ കുറച്ച് കുറഞ്ഞു. കാരണം നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളെ മുൻഗാമിയായ കരീംക്ക ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വാർഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും പോസിറ്റീവ് കാര്യങ്ങൾ നൽകുന്നത്. റോഡായാലും നമ്മളെ ലൈറ്റ് കാര്യം ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ പൊതുരംഗത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യം എന്താണോ അത് ഫുള്ള് പക്ക കറക്റ്റാണ്. ഇനി മൂപ്പര് നമ്മളെ കരീംക്ക തുടർന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനി ഭംഗിയായി നിറവേറ്റണം എന്നുള്ളൊരു ധർമ്മമുണ്ട് എനിക്ക്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. എങ്കിൽ പോലും ഞാൻ തീർച്ചയായിട്ടും അതിനെ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ജനങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. വാർഡില് കുറച്ചു ദിവസം വോട്ട് ചോദിച്ചപ്പോൾ ആ ഒരു വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആത്മവിശ്വാസം കുറച്ചുണ്ട്. കാരണം നമ്മൾ കാരണം എന്നെ കുറച്ച് കൂടുതൽ സുപരിചിതമായി അറിയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ ഞാൻ PTA നിന്ന സമയം ഒരുപാട് നമ്മളെ ലൊക്കാലിറ്റിയിൽ കൂടുതൽ നമ്മൾ അറിയപ്പെടുക അങ്ങനെയാണ്. നമ്മളെ മക്കളായിട്ട് നമ്മൾ പൊതു രംഗത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പരസ്പരം അപ്പുറപ്പുറമുള്ള ആളുകളെ വരെ നമ്മളെ പരിചയപ്പെടാം. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഈ ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ 4 തല ഉണ്ട്. ആ മൂലയിൽ ഈ മൂലയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. നമുക്ക് നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരെ അറിയാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ സ്കൂളിൽ എത്തുമ്പോൾ അതൊരു സൊസൈറ്റി തന്നെയാണ്. എല്ലാ ഭാഗത്തുള്ള ആൾക്കാർ നമ്മൾ കൂടിച്ചേരലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ അറിയാൻ അങ്ങനെ കുറെ ആൾക്കാർ എനിക്ക് സുപരിചിതമായിട്ട് അറിയാം. എന്നെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെ സപ്പോർട്ട് എനിക്കുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വിജയം കൈവരിക്കുന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ്. നേരത്തെ പറഞ്ഞു കുടുംബശ്രീയിൽ നന്നായി പ്രവർത്തിച്ച് പരിചയമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കുടുംബശ്രീയിൽ പ്രവർത്തിച്ച പരിചയമൊക്കെ സ്ത്രീ വോട്ടർമാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി താങ്കളെ സഹായിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും. കാരണം സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ധർമ്മം കൂടി എൻ്റെ മനസ്സിലുണ്ട്.
പിന്നെ സ്ത്രീകൾ തന്നെ ഒരു തെറ്റിദ്ധാരണയിൽ സ്ത്രീകൾ തന്നെ പെടണം, കുറച്ച് അങ്ങനെയാണ്. കാരണം നമ്മൾ കുറെ വീട്ടിൽ ജോലി ചെയ്യുക, വീടിന്റെ ഉള്ളിലിരിക്കുക എന്നുള്ള ലോകം മാത്രമാണ് ചിലരുടെ കാഴ്ചപ്പാട്. പക്ഷെ അതല്ല, ഇതിലപ്പുറം നമ്മൾ കേൾക്കാൻ പറ്റുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഇതിലൂടെ നമുക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ക്ലാസ്സുകളുണ്ട്. അത് വഴിയാണ് ഞാൻ ഇങ്ങനെ പൊതു പ്രവർത്തന രംഗങ്ങൾക്ക് ഇറങ്ങാൻ തുനിഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ വാർഡിലെ വനിതാ ലീഗിന്റെ പ്രസിഡന്റും കൂടിയാണ്. അപ്പൊ എൻ്റെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങള് അവിടെ ഒരുപാട് കൺവെൻഷനും മീറ്റിങ്ങുകളിലൊക്കെ പോയിട്ട് അങ്ങനെയുള്ളൊരു പരിചയം കൂടി ചെറുതായ രീതിയിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് കൈവരിക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസം. അപ്പൊ സ്കൂൾ PTA അതുപോലെ തന്നെ കുടുംബശ്രീ, പാർട്ടി രംഗങ്ങളിലെ പ്രവർത്തനം, ഇതൊക്കെ ഒരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ വാർഡിലെ ഭിന്നശേഷിക്കാര്, വിധവകള്, അതുപോലെ തന്നെ മെന്റലി പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ മറ്റു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും? അങ്ങനെ ചോദിച്ചാല് ഇപ്പൊ നമുക്ക് നമ്മളെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ശ്രീ അരിമ്പ്ര യാസ്മിൻ അവറുകളാണ്. അവരെ കുറിച്ച് അറിഞ്ഞപ്പോ തന്നെ ഭയങ്കര മതിപ്പാണ്. കാരണം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തിത്വത്തിലൂടെ എനിക്ക് തീർച്ചയായിട്ടും, എൻ്റെ നാട്ടിൽ ഒരുപാട് ഓട്ടിസം ബാധിച്ച മക്കളുണ്ട്, എനിക്കറിയാം. എൻ്റെ തൊട്ടപ്പുറത്തിന്റെ 2 മക്കളെ എനിക്കറിയാം. പിന്നെ അതല്ലാത്തവരെയും കണ്ടെത്തും ഇൻഷാ അല്ലാ. തീർച്ചയായിട്ടും ഓൽക്ക് വേണ്ടിയുള്ള പിന്തുണയും സപ്പോർട്ടും എന്താണോ നൽകാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നൽകും. കാരണം നമുക്ക് ഇന്ന് കണ്ണു തുറന്ന കാണുന്ന വെളിച്ചാണ്, പക്ഷെ വീട്ടിന്റെ ഇരുളില് ജീവിക്കുന്ന മക്കളാണ് അവർക്ക് വെളിച്ചം പകരാൻ പറ്റും. തീർച്ചയായിട്ടും അവരിലേക്ക് ആ വെളിച്ചം എത്തിച്ചു കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കാരണം എൻ്റെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ അരിമ്പ്ര യാസ്മീനെ ഞാൻ കൂടുതൽ അടുത്തറിഞ്ഞു ഒരുപാട് വേദികളിൽ വെച്ച്. അപ്പൊ അവർക്ക് ഒരുപാട് അവാർഡുകൾ എല്ലാ കാര്യം കൊണ്ടും കിട്ടിയൊരു വ്യക്തിയാണ്. സാധുക്കളായ മനുഷ്യരെ നന്മ വാർത്തെടുത്ത് അവരെ മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ത്യാഗം ചെയ്തൊരു സ്ത്രീയാണ് അവര്. തീർച്ചയായിട്ടും അവരിലൂടെ എൻ്റെ നാട്ടിലേക്കും ഞാനത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സാധാരണ ജനങ്ങളിൽ സാധാരണ രീതിയിലുള്ള ഒരു കുടുംബത്തിലുള്ള കുടുംബിനിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ തികച്ചും എൻ്റെ എല്ലാ പ്രവർത്തനവും കാഴ്ചവെക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. പൊതുപ്രവർത്തന രംഗത്ത് മാതൃകയായി കാണുന്ന വ്യക്തിത്വങ്ങൾ ആരൊക്കെ? പ്രാദേശിക തലത്തിലാവാം, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ എങ്ങനെയാവാം. പൊതുപ്രവർത്തന രംഗത്ത് മാതൃകയായി തോന്നിയ വ്യക്തിത്വങ്ങളെ കുറിച്ച്? പ്രാദേശിക തലത്തില് നമ്മുടെ നാട്ടില് മരണപ്പെട്ടു പോയ നമ്മുടെ മമ്മൂട്ടിക്ക സാഹിബിനെ ഓർക്കുന്നു. മൂപ്പര് അവരുകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണെന്ന് ഞാനിവിടെ അല്ലാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ എന്നെ പറിച്ചു നട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ 16 വർഷങ്ങൾ പിന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ കേട്ടറിഞ്ഞ അറിവിലൂടെ ഞാൻ മനസ്സിലാക്കിയ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. കാരണം അവര് വെച്ചു കൊടുത്ത ഒരുപാട് വീടുകൾ കാഴ്ചവെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വോട്ട് ചോദിക്കാൻ പോയപ്പോ ഇത് മമ്മൂട്ടിക്കുള്ള സമയം വെച്ചു കൊടുത്ത വീടുകളാണെന്നാ പറഞ്ഞത്. അത് കേൾക്കുമ്പോ ഞാനൊന്ന് സ്തംഭിച്ചു. കാരണം എന്താ പറയുക, ഞാനും ആഗ്രഹിക്കുന്നത് ഞാൻ നാളെ ഇല്ലാഞ്ഞാൽ എൻ്റെ ഓർമ്മ ഈ നാട്ടിൽ വരണം, ഒരു സ്മരണ. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് കൊടുക്കും, എനിക്ക് അതാണ് നമ്മൾ സമൂഹത്തിനോട് ചെയ്യാനുള്ള ഏറ്റവും കൂറെന്ന് പറയുന്ന സാധനം. ഞാൻ പറഞ്ഞാല് മുൻഗാമികൾ ചെയ്ത വികസനങ്ങൾ ഒരു വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായിട്ടും വെല്ലുവിളികൾ തന്നെയാണ്. അത് പിൻപറ്റിക്കൊണ്ട് നമ്മക്കൊണ്ട് പറ്റെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കയ്യൊപ്പ് ഇവിടെ തീർക്കണം എന്നുള്ള ഒരു ശക്തമായ തീരുമാനം തന്നെയാണ്. നമ്മുടെ വാർഡിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വിദ്യാഭ്യാസം എന്നത് ഒരു മാനദണ്ഡമാണ്. ഇന്നത്തെ കാലത്ത് അത് മുൻപന്തിയിൽ വരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം വിദ്യാഭ്യാസം ഒരു ആ എന്നുള്ള അക്ഷരം തൊട്ടാണ് നമ്മൾ പഠിക്കണം. അംഗൻവാടി മുതലുള്ള പിന്നെ നമ്മൾ ജനനം മുതൽ നമ്മളെ ഖബറിടം വരെ നമ്മളെ വിദ്യാഭ്യാസം. കാരണം ഈ ഒരു വ്യക്തിയും ഈ ഒരു ദുനിയാവിലെ ഒരു വിദ്യാഭ്യാസം കൊണ്ട് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. കാരണം വിദ്യാധനം സർവ്വതനാൽ പ്രധാനം എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്രത്തോളം ഏത് മേഖലയിലെടുത്താലും വിദ്യ നമ്മൾ സംഭരിക്കാന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ കാലം ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം അത്യാവശ്യമാണ്, ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒതുക്കുങ്ങലെ ഹൃദയഭാഗം അവിടെ ഒരു മനോഹരമായൊരു സ്കൂളാണ്. ഞാൻ എൻ്റെ മകളെ തൊട്ട് കാണുന്ന കാഴ്ചപ്പാടാണ്. ഒരുപാട് വികസന മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സ്കൂളും കൂടിയാണ് നമ്മൾ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ സ്കൂള്. അത് ഒരുപാട് ആധുനിക സൗകര്യങ്ങളോട് കൂടി ഇനിയും ഉയർത്തി കൊണ്ടുവരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് PTA യുടെയും നമ്മുടെ
നാട്ടുകാരുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. അവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് തന്നെ അത് നല്ലൊരു ജില്ലയിൽ തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു സ്കൂളാക്കി മാറ്റാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് ആക്കി തീർക്കാനും എൻ്റെ ജനപ്രതിനിധികളും PTA അംഗങ്ങളും നല്ല സുമനസ്സുള്ള നല്ല ഒരു പിടി മനുഷ്യരും ഞങ്ങളെല്ലാവരും ഒത്തുപിടിക്കുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒതുക്കുങ്ങല് ടൗൺ ഉൾക്കൊള്ളുന്ന ഒരു വാർഡാണ് 10ാം വാർഡ്. ടൗണിന്റെ വികസനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒതുക്കുങ്ങൽ ടൗൺ എന്ന് പറയുമ്പോൾ ഞാൻ വരുന്ന സമയം ഒതുക്കുങ്ങൽ അത്ര വലിയ ടൗണല്ല. ടൗണല്ലാതെ ഒരു സാധാരണ ഒരു ചെറിയ രീതിയിലുള്ള ഒരു നമ്മളെ ഹെൽത്ത് സെന്ററും ചെറിയ ചെറിയ കടകളും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയൊരു കടകളൊക്കെ ഉള്ള ഒരു അങ്ങാടിയാണ്. ഇന്നത്തെ പോലെ വീതിയുള്ള റോഡൊന്നല്ല അന്ന്. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട മരിച്ചുപോയ നമ്മളെ മുഹമ്മദ് കുട്ടി സാഹിബിൻ്റെയൊക്കെ പ്രയത്നം മൂലമാണ് ഇന്ന് കാണുന്ന ഈ വികസനം നമ്മുടെ നാട്ടിൽ കാണുന്നത്. കാരണം എത്ര പെട്ടെന്ന് ഞാൻ തന്നെ അന്തം വിട്ട് നിൽക്കണം. ഞാൻ എപ്പോഴും പറയും വീട്ടിൽ ചെന്നാലൊക്കെ ഞങ്ങളെ നാട് പോലും ഇത്ര രീതിയിൽ വികസനം ഞാൻ കണ്ടിട്ടില്ല. തിരൂരങ്ങാടിയായി കിടക്കണം ഞങ്ങളെ നാടിനേക്കാളും പെർഫെക്റ്റ് ആണ് ഇന്ന് ഒതുക്കുങ്ങലങ്ങാടി എന്ന് പറയുന്നത്. ഒരു സമുച്ചയമാണ് അത്. ഒരുപാട് നാനാദിക്കുന്നും വരുന്ന ഒരു അങ്ങാടിയും വലിയൊരു ടൗണായി തന്നെ മാറിയിട്ടുണ്ട്. കാരണം ടൗണിന്റെ പ്ലാൻ തന്നെ സത്യത്തില് മുഹമ്മദ് കുട്ടി സാഹിബിന്റെ ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളത് അറിയാലോ. അതെ. അത് മൂലമാണ് ഇന്നിപ്പോ ഒരുപാട് ആൾക്കാർക്ക് നല്ലൊരു എന്ത് മേഖലയിലും ആളുകൾ ആശ്രയിക്കുന്ന ഇപ്പൊ ഒതുക്കുങ്ങൽ എന്നാണ്. കാരണം ഗ്രാമീണ മേഖലകൾ നമ്മുടെ ഉള്ളേരിയയിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ പൊട്ടിക്കല്ല് നമ്മൾ പോണ മനുബത്ത് ഈ ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ പുത്തൂര് മുതൽ ഇപ്പൊ വടക്കേമണ്ണ വരെ നല്ലൊരു വികസനം വന്ന രീതിയിൽ തന്നെയാണ്. നമ്മുടെ റോഡുകളായാലും നമ്മളെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെ ഉണ്ട്. നമ്മൾ ഒതുക്കുങ്ങലായാലും നല്ല സൂപ്പർ മാർക്കറ്റുകളും ഒരുപാട് കടകളും അതുപോലെ ഈ മെഡിസിനായിട്ട് ഒരുപാട് ലാബുകളും എല്ലാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ പഞ്ചായത്തിലെ ഹെൽത്ത് സെന്റർ 10ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ഹെൽത്ത് സെന്ററിന്റെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് നമ്മുടെ ആരോഗ്യം. ഇന്നത്തെ കാലം ഒരുപാട് രീതിയിൽ ആളുകൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു രോഗത്തിന്റെ ഒരു പല വീടുകളിൽ ചെന്നാല് വളരെ സങ്കടകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധാരണക്കാരായ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു പൊതുപ്രവർത്തന മേഖല എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യ മേഖലയോടുള്ള തന്നെ ഒരു ഗുണകരമായ കാര്യമാണ്. കാരണം നമുക്ക് ഒതുക്കുങ്ങൽ സംഭവിച്ച നമ്മുടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര എളുപ്പത്തിൽ പോയുള്ളൊരു സ്ഥാപനം കൂടിയാണല്ലോ നമ്മളെ PHC എന്ന് പറയുന്നത്. അവിടെ കൂടുതൽ ഇപ്പൊ ലാബ് ഒന്ന് തീർച്ചയായിട്ടും അതൊന്നും കൂടി വിപുലമാക്കിക്കാണ്ട് നല്ലൊരു ഡെവലപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ സാധാരണക്കാരായ എനിക്കറിയാം നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ട്രിപ്പ് ഇടുന്ന ഒരു സൗകര്യം അത് കൂടുതൽ വിപുലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സാധാരണക്കാരനായ ആൾക്കാർക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ട് നൽകുന്ന കാര്യമാണ്. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഈ ഗ്ലൂക്കോസ് ഏറ്റാന് എന്റെ ശൈലി തന്നെ പറയാം. ഗ്ലൂക്കോസ് ഏറ്റ് എന്നുള്ളത് ട്രിപ്പ് ഇടാന്നുള്ള സംവിധാനത്തിലേക്കാണ് നമ്മൾ പറയാം ഒറ്റ വാക്കില്. അത് കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻസി ആയ ടൈമില് എനിക്കൊരു 8-9 മാസം വരെ ഞാൻ ട്രിപ്പിൽ എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഭക്ഷണം കാര്യമൊന്നും കഴിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാവും. ഫുള്ള് നമ്മള് ടയേർഡാവും. അപ്പൊ ഈ ട്രിപ്പ് ഇട്ട ഞാൻ അന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കും ഈ ട്രിപ്പ് ഇടണമെങ്കിൽ ഒരു ദിവസം തന്നെ 2-3 വട്ടമൊക്കെ ട്രിപ്പ് ഇടുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും സാധാരണക്കാരായ ആൾക്കാർ ഇത് എത്ര. ഞാനത് നമുക്ക് ഗ്രാമസഭകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനുശേഷം നമ്മുടെ ഹെൽത്ത് സെന്ററിൽ ലാബുകൾ വന്നു. ഭയങ്കര സന്തോഷമായി. ട്രിപ്പ് ഇടാനുള്ള സൗകര്യങ്ങൾ വന്നു. അന്ന് ഞാൻ എന്റെ കാര്യം തന്നെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടത്. കാരണം ഞാൻ സാധാരണക്കാരിയാണ്. അപ്പൊ എന്നെ പോലെയുള്ള സാധാരണക്കാർക്കുള്ള എന്തും എല്ലാ കാര്യവും സുഖകരമാക്കാനുള്ള ഒരു പ്രയാണം ഉണ്ടാക്കുന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് 2 വാക്ക്. എതിർ സ്ഥാനാർത്ഥികൾ അവരും എൻ്റെ സഹോദരിമാരെ തന്നെയാണ്. എനിക്ക് തീർച്ചയായിട്ടും വിജയം കൈവരിച്ചാല് എല്ലാവരെയും ഒരു കുടക്കീല് ആക്കി എല്ലാ കാര്യങ്ങളും ഒരുപോലെ എല്ലാം അർഹിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ അറിയിച്ചവരെ കയ്യിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കെതിരെ വരുമ്പോഴാണ് നമുക്കും നമ്മളെ പോസിറ്റിവിറ്റി കൂടുതൽ കാഴ്ചവെക്കാൻ കഴിയുക. അതില് സന്തോഷമേ ഉള്ളൂ.
തീർച്ചയായിട്ടും. അപ്പൊ പറഞ്ഞു വന്നത് ഒരു സ്വജനപക്ഷപാതം ഇല്ലാതെ എല്ലാവരുടെയും പ്രതിനിധിയായി വർക്ക് ചെയ്യുമെന്നാണ്. തീർച്ചയായിട്ടും അതാണല്ലോ നമ്മുടെ ധർമ്മം. അല്ലാതെ നമ്മള് പാർട്ടി മാത്രം ഫോക്കസ് എന്നല്ല, പാർട്ടിയിലപ്പുറം നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളും മാനിക്കണം, നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളണം, എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യണം. അതിനു വേണ്ടി കൂടിയാണ് ഒരു പ്രതിനിധി നമ്മളെ നാട്ടിൽ വെക്കുന്നത്. അത് നമ്മള് വ്യക്തിയോടുള്ള വൈരാഗ്യം അതൊരിക്കലും ശാശ്വതമല്ല. അതിന്റെ മതം പഠിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിലായാലും എവിടെയായാലും പരസ്പരം സ്നേഹം, സഹകരണം, കരുണ, സാന്ത്വനം, താഴ്മ, വിനയം, വിട്ടുകൊടുക്കൽ, വിട്ടുവീഴ്ച, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഇവിടേക്ക് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാഴ്ചപ്പാടിനെ ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് വൈവിധ്യങ്ങളുടെ സംഗമ ഭൂമിയാണ്. അപ്പോൾ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് നമ്മുടെ നാട്ടിൽ സാധ്യമാവേണ്ടത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഈ തിരക്ക് പിടിച്ച സമയത്തും എന്നോടൊപ്പം ഒരു അല്പസമയം ചെലവഴിച്ചതിൽ പ്രത്യേക നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അവസാനമായി എൻ്റെ പ്രിയ നാട്ടുകാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എന്നെയും, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷൗക്കത്ത് കടമ്പോട്ടിനെയും, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യാസ്മിൻ അരിമ്പ്ര അവറുകളെയും നിങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.